الله أكبر الله أكبر الله أكبر الله أكبر الله أكبر لا إله إلا الله والله أكبر الله أكبر ولله الحمد الله أكبر الله أكبر الله أكبر لا إله إلا الله والله أكبر الله أكبر ولله الحمد الله أكبر الله أكبر الله أكبر الله أكبر كبيرا والحمد لله كثيرا وسبحان الله بكرة وأصيلا إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما صلوات الله والسلام على نبينا ورسولنا وقدوتنا محمد بن عبد الله وعلى آله وأصحابه وعلى من اتبعهم بإحسان إلى يوم الدين أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار സത്യവിശ്വാസികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സൃഷ്ടിച്ചത് അവനെ മാത്രം ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണ്. അത് പഠിപ്പിക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ സമുദായത്തിലേക്കും റസൂലുകളെ നിയോഗിച്ചത്. ആ ഓരോ റസൂലുകളും എന്താണ് ഇബാദത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പഠിപ്പിച്ചു. അഥവാ അല്ലാഹുവിനെ മാത്രമേ ഇബാദത്ത് ചെയ്യാൻ പാടുകയുള്ളൂ, തൗഹീദ് പൂർത്തീകരിക്കണം, ശിർക്കിന്റെ എല്ലാ ഇനങ്ങളിൽ നിന്നും ഒഴിവാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വലഖദ് ബഅത്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂലാ അൻ ഇഅ്ബുദുല്ലാഹ വജ്തനിബുത് താഗൂത്ത്. ഓരോ സമൂഹത്തിലേക്കും നാം നിയോഗിച്ച റസൂലുകൾ അവരാ സമൂഹത്തിനോട് പറഞ്ഞത് അള്ളാഹുവിനെ മാത്രം നിങ്ങൾ ആരാധിക്കുക, അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതിനെല്ലാം അകറ്റി നിർത്തുക. അതെ, അബുൽ അംബിയ ഇമാമുൽ മുവഹിദീൻ ഇബ്രാഹിം അലൈഹിസ്സലാം ഖലീലുല്ലാഹ് അദ്ദേഹം നിയോഗിക്കപ്പെട്ടത് ഈ ഒരു ലക്ഷ്യത്തിനാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം തൗഹീദ് ദഅവത്ത് ചെയ്യുന്ന സമയത്ത് അന്ന് ലോകത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം മാത്രമാണ് ഇസ്ലാമിലായി കൊണ്ട് നിലകൊണ്ടിരുന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം തൗഹീദിന്റെ എല്ലാ ഭാഗങ്ങളും തന്റെ ഉപ്പയോടും തന്റെ സമൂഹത്തിനോടും പറഞ്ഞു. തൗഹീദ് രണ്ടിനങ്ങളാണ്. ആ രണ്ടിനങ്ങളെ കുറിച്ച് അറിയാതെ, മനസ്സിലാക്കാതെ, പഠിക്കാതെ തൗഹീദ് സാക്ഷാത്കരിക്കാൻ നമുക്ക് സാധിക്കുകയില്ല. ഒന്നാമത്തേത് തൗഹീദുൽ മഅരിഫത്തി വൽ ഇസ്ബാത്ത്, അള്ളാഹുവിന്റെ നാമങ്ങളും അള്ളാഹുവിന്റെ വിശേഷണങ്ങളും അള്ളാഹുവിന്റെ പ്രവർത്തനങ്ങളെയും കുറിച്ചുള്ള അറിവ്. രണ്ടാമത്തേത് തൗഹീദുൽ ഇറാദത്തി വത്തലബ്, അള്ളാഹുവിന് നാം ചെയ്തു കൊടുക്കേണ്ട ഇബാദത്തുകൾ അത് അള്ളാഹുവിന് മാത്രം ചെയ്യുക. ഈ രണ്ടും ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ സമൂഹത്തിന് മുമ്പിൽ ഏറ്റവും നല്ല രീതിയിൽ പഠിപ്പിച്ചു കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം പറഞ്ഞു കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു തആല പറഞ്ഞു, ഇദ് ഖാല ലി അബീഹി വഖൗമിഹി മാ തഅബുദൂൻ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ ഉപ്പയോടും അതുപോലെ തന്നെ തന്റെ സമൂഹങ്ങളോടും ചോദിച്ചു, സമൂഹത്തിനോടും ചോദിച്ചു, നിങ്ങൾ എന്തിനെയാണ് ആരാധിക്കുന്നത്, നിങ്ങൾ എന്തിനെയാണ് ആരാധിക്കുന്നത്? ഖാലു, അവർ മറുപടി പറഞ്ഞു, നഅബുദു അസ്നാമൻ ഫനവല്ലു ലഹാ ആകിഫീൻ. ഞങ്ങളിതാ ഈ വിഗ്രഹങ്ങളെയാണ് ആരാധിക്കുന്നത്. കല്ലുകൊണ്ടും മരം കൊണ്ടും കൊത്തിയുണ്ടാക്കിയിട്ടുള്ള ഈ കല്ലിനെയും മരത്തിനെയുമാണ് ഞങ്ങൾ ആരാധിക്കുന്നത്. ഞങ്ങൾ അതിനു മുമ്പിൽ ഭജനമിരിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം
തിരിച്ചു ചോദിച്ചു, ഖാല ഹൽ യസ്മഊനകും ഇദ് തദ്ഊൻ, നിങ്ങൾ ദുആ ചെയ്താൽ, നിങ്ങൾ തേടി പ്രാർത്ഥിച്ചാൽ അവർ കേൾക്കുമോ? ഔ യൻഫഊനകും ഔ യദുറൂൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഉപകാരം വരുത്താനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഉപദ്രവം വരുത്താനോ ഇവരെ കൊണ്ട് സാധിക്കുമോ? അല്ലാഹു അല്ലാതെ ആരാധിക്കപ്പെടുന്ന എന്തെല്ലാം വസ്തുക്കളുണ്ടോ, അത് ഖബറായാലും ജാറമായാലും മഖ്ബറയായാലും കല്ലായാലും മരമായാലും എന്ത് ജീവിജാലങ്ങളായിരുന്നാലും അവർക്കൊന്നും ദുആഇന് ഉത്തരം ചെയ്യാൻ സാധിക്കില്ല. അവർക്കൊന്നും നമുക്കൊരു ഉപകാരം ചെയ്യാൻ സാധിക്കില്ല. അവർക്കൊന്നും നമുക്കൊരു ഉപദ്രവം വരുത്താനും സാധിക്കില്ല. അപ്പോൾ അവർ പറഞ്ഞ മറുപടി, ഖാലു ബൽ വജദ്നാ ആബാഅനാ കദാലിക യഫ്അലൂൻ, പക്ഷേ ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാർ ഇങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു. അവർ ഈ കല്ലിനെയും അവർ ഈ മരത്തിനെയുമാണ് ആരാധിച്ചിരുന്നത്, അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് പറഞ്ഞു. അതെ, ശിർക്കിന്റെ ആളുകൾക്ക് എല്ലാ കാലത്തുമുള്ള വാദമാണ് ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാർ ചെയ്തതാണ്. എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ ജാറത്തിൽ പോകുന്നത്? എന്തുകൊണ്ടാണ് ഇന്ന വലിയനോട് നിങ്ങൾ തേടുന്നത്? ഞങ്ങളുടെ ഉപ്പമാരും ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാരും അങ്ങനെ ചെയ്തിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം വീണ്ടും ചോദിച്ചു, ഖാല അഫറഅയ്തും മാ കുൻതും തഅബുദൂൻ, നിങ്ങൾക്ക് വല്ല ബോധവുമുണ്ടോ എന്തിനെയാണ് നിങ്ങൾ ആരാധിക്കുന്നത് എന്ന്? അൻതും വആബാഉകുമുൽ അഖ്ദമൂൻ, നിങ്ങളും നിങ്ങളുടെ പൂർവ്വപിതാക്കന്മാരും. അതേ സഹോദരങ്ങളെ, നിരർത്ഥകമായ കല്ലിനെയോ അതുപോലെ തന്നെ മരത്തിനെയോ അല്ലെങ്കിൽ ഒരു ഉപകാരവും ഉപദ്രവം വരുത്താൻ സാധിക്കാത്ത മറ്റൊന്നിനോടുമല്ല നമ്മൾ ദുആ ചെയ്യേണ്ടത്, മറ്റൊന്നിനോടുമല്ല നമ്മൾ സഹായം തേടേണ്ടത്, മറ്റൊന്നിനു മുമ്പിലുമല്ല നമ്മൾ നേർച്ച നേരേണ്ടത്, മറ്റാർക്കും വേണ്ടിയല്ല നമ്മൾ അറിവ് നടത്തേണ്ടത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, ഫഇന്നഹും അദുവ്വുൻ ലീ ഇല്ലാ റബ്ബൽ ആലമീൻ, അവർ നിങ്ങൾ ആരാധിക്കുന്ന എന്തെല്ലാം വസ്തുക്കളുണ്ടോ അവരെല്ലാം എന്റെ ശത്രുക്കളാണ്, റബ്ബുൽ ആലമീനായ അല്ലാഹു ഒഴികെ. ഒന്നാമത്തെ ഭാഗത്ത് ഇബാദത്തിന്റെ തൗഹീദിനെ പറഞ്ഞതിന് ശേഷം അല്ലാഹുവിനെ കുറിച്ച് ഒരു അടിമ മനസ്സിലാക്കിയിരിക്കേണ്ട, ഒരു മുസ്ലിം മനസ്സിലാക്കിയിരിക്കേണ്ട ഏറ്റവും നല്ല വാക്കുകളിലൂടെ അല്ലാഹുവിനെ കുറിച്ചുള്ള അറിവ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പിന്നീട് പറഞ്ഞു കൊടുത്തു. ആരാണ് റബ്ബുൽ ആലമീൻ? അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പറ്റി ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറയുകയാണ്, അല്ലദീ ഖലഖനി ഫഹുവ യഹ്ദീൻ, എന്നെ സൃഷ്ടിച്ചവൻ. ഒന്നുമല്ലാത്ത ഒരവസ്ഥ, ഒരു പേര് പോലും പറയാൻ സാധിക്കാത്ത അവസ്ഥ എന്നിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. അവിടുന്ന് ഒരു ശുക്ലത്തുള്ളിയായി, ബീജമായി, ഭ്രൂണമായി, മാംസപിണ്ഡമായി, എല്ല് വന്ന് അതിനെ വീണ്ടും മാംസം പൊതിഞ്ഞ് പുതിയൊരു രൂപമായി എന്നെ ജനിപ്പിച്ചവൻ. അതുപോലെ തന്നെ യഹ്ദീൻ ഫഹുവ യഹ്ദീൻ, എനിക്ക് വഴി കാണിച്ചവൻ. ഉമ്മാന്റെ മാറിടത്തിലെ മുലപ്പാൽ എങ്ങനെ കുടിക്കണമെന്നും അതിനുശേഷമുള്ള ഓരോ വായു ശ്വസിക്കണമെന്നും അതിനുശേഷമുള്ള ഓരോ കാര്യങ്ങളും കൃത്യമായി പഠിപ്പിക്കുകയും യഥാർത്ഥ തൗഹീദിലേക്ക്, ഹഖിലേക്ക് എന്നെ നയിച്ചവൻ. വല്ലദീ ഹുവ യുത്ഇമുനി വയസ്ഖീൻ, അതെ, അവനാണ് എന്നെ ഭക്ഷിപ്പിക്കുന്നവൻ. ആകാശത്ത് മഴ പെയ്യിക്കുന്നവനും ഭൂമിയിൽ നിന്ന് ചെടി മുളപ്പിക്കുന്നവനും അതിലൂടെ ഉണ്ടാവുന്ന കായ്കനികളും അത് നിന്ന് ജീവിക്കുന്ന മാംസമുള്ള മൃഗങ്ങളെയും ഭക്ഷിപ്പിച്ചവൻ. അതുപോലെ തന്നെ വയസ്ഖീൻ, വെള്ളം കുടിപ്പിച്ചവൻ. വഇദാ മരിൽതു ഫഹുവ യശ്ഫീൻ, ഇനി ഞാൻ രോഗിയായാൽ, എനിക്ക് രോഗം ബാധിച്ചാൽ അത് ശിഫ ആക്കുന്നവൻ, അവനല്ലാതെ മറ്റൊരാൾക്കും ആ രോഗം ശിഫ ആക്കാൻ സാധിക്കില്ല. വല്ലദീ യുമീതുനി സുമ്മ യുഹ്യീൻ, അതെ, തീർച്ചയായും ഞാൻ മരണപ്പെടും, ഞാൻ മരിക്കും, അതിനുശേഷം ഉറപ്പായിട്ടും എന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നവൻ, എന്നെ മരിപ്പിക്കുന്നവനും എന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നവനും. വല്ലദീ അത്മഉ അൻ യഗ്ഫിറ ലീ ഖതീഅതി യൗമദ്ദീൻ, ഞാൻ ചെയ്തു പോയ അബദ്ധങ്ങൾ, ഞാൻ ചെയ്തു പോയ തിന്മകൾ അതെല്ലാം നാളെ പരലോകത്ത് പ്രതിഫലം നൽകപ്പെടുന്ന ദിവസത്തിൽ പുറത്തു നൽകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നവൻ. അതേ സഹോദരങ്ങളെ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം തൗഹീദിന്റെ മഅരിഫത്തിന്റെ ഭാഗവും അറിവിന്റെ ഭാഗവും തൗഹീദിന്റെ ഇബാദത്തിന്റെ അമലിന്റെ ഭാഗവും ഇബ്രാഹിം നബി അലൈഹിസ്സലാം പഠിപ്പിച്ചു കൊടുത്തു. നാം ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ട കാര്യമാണത്. സഹോദരങ്ങളെ, ശിർക്കിൽ മുഴുകിയ ആളുകൾ, അല്ലാഹുവിലേക്ക് അടുക്കാൻ എന്ന പേരിൽ ഇടനിലക്കാരെ സ്വീകരിക്കുന്നവർ, ശുപാർശകരെ സ്വീകരിക്കുന്നവർ, ഔലിയാക്കൾ എന്ന പേരിൽ മറ്റുള്ളവരോട് സഹായം തേടുകയും ദുആ ചെയ്യുകയും ഇബാദത്ത് ചെയ്യുകയും ചെയ്യുന്നവർ, അവർ മുഖേന അള്ളാഹുവിന്റെ അടുത്ത് രക്ഷ നേടാം എന്ന് വിചാരിക്കുന്നവർ, അവർ മനസ്സിലാക്കട്ടെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിലെ ഒരു മാതൃക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, യൽഖാ ഇബ്രാഹിമു അബാഹു ആസറ യൗമൽ ഖിയാമ, നാളെ യൗമുൽ ഖിയാമയിൽ, അന്ത്യനാളിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ ഉപ്പയെ കാണും. ഷിർക്കിലും കുഫറിലുമായി കൊണ്ട് മരണപ്പെട്ട തന്റെ ഉപ്പയെ കാണും. ആ ഉപ്പാന്റെ മുഖം കറുത്തിരുണ്ടിരിക്കും. ആ സമയത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ ഉപ്പയോട് ചോദിക്കും, അലം അഖുൽ ലക് ലാ തുഅസീനി, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ നിങ്ങൾ എന്നെ അനുസരണക്കേട് കാണിക്കരുത്, എന്നെ അനുസരിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ഫയഖൂൽ, അപ്പോൾ ആ ഉപ്പ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് പറയും, ഫൽയൗമ ലാ ഉസീക്, ഇല്ല, ഇന്ന് ഞാൻ നിന്നെ ധിക്കരിക്കില്ല എന്ന് പറയും. ഫയഖൂൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ ഉപ്പയോടുള്ള ഇഷ്ടം കൊണ്ട്, തന്റെ ഉപ്പയായതുകൊണ്ട് അള്ളാഹുവിനോട് പറയും, യാ റബ്ബി
ഇന്നക വഅദ്തനി അല്ലാ തുഖ്സിയനി യൗമ യുബ്അസൂൻ ഫഅയ്യു ഖിസ്യിൻ അഖ്സാ മിൻ അബിൽ അബ്അദ്. അല്ലാഹ് നീ വാഗ്ദാനം ചെയ്തതല്ലേ ഈ അന്ത്യനാളിൽ എന്നെ നിന്ദിക്കില്ല എന്ന്, എന്റെ ഉപ്പ നരകത്തിലാകുന്നതിനേക്കാൾ വലിയ നിന്ദ്യത എന്താണുള്ളത് എന്ന് പറയും. ആ സമയത്ത് അല്ലാഹു തആല പറയുന്ന മറുപടി അറിയുമോ? അല്ലാഹു തആല പറയും, ഇന്നി ഹറംതുൽ ജന്ന അലൽ കാഫിരീൻ, കാഫിറുകളുടെ മേലെ സ്വർഗം ഹറാമാക്കിയിട്ടുണ്ട് ഞാൻ എന്ന് പറയും. സഹോദരങ്ങളെ, ആരുടെയെങ്കിലും ശുപാർശ കൊണ്ട്, ആരുടെയെങ്കിലും ഇടനിലക്കാരനായിക്കൊണ്ട് ഒരാൾ രക്ഷപ്പെടുമായിരുന്നെങ്കിൽ അള്ളാഹുവിന്റെ ഖലീലായ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ശുപാർശ കൊണ്ട് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ഉപ്പ രക്ഷപ്പെടുമായിരുന്നു. ഇല്ല, തൗഹീദ് കൊണ്ടല്ലാതെ സ്വർഗം ലഭിക്കില്ല, ശിർക്ക് കൊണ്ടല്ലാതെ നരകത്തിൽ ശാശ്വതമാവുകയില്ല. അല്ലാഹു തആല പറഞ്ഞു, ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന വമഅവാഹുൻ നാർ. ആരാണോ അല്ലാഹുവിൽ പങ്കു ചേർക്കുന്നത്, ശിർക്ക് ചെയ്യുന്നത്, അവന്റെ മേലെ സ്വർഗം ഹറാമാണ്, അവൻ ശാശ്വതമായി നരകത്തിലായിരിക്കും. സഹോദരങ്ങളെ, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ മാതൃകയിൽ നാം പഠിക്കേണ്ട വലിയൊരു കാര്യം, ശിർക്കും തൗഹീദുമായി ബന്ധപ്പെട്ട കാര്യം, ശിർക്കിനെ തൊട്ടുള്ള ഭയമാണ്. ഒരു മുവഹിദല്ലാതെ, തൗഹീദ് സാക്ഷാത്കരിച്ചവനല്ലാതെ ഷിർക്കിനെ ഭയപ്പെടുകയില്ല. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ ആലോചിച്ചു നോക്കൂ. ഹനീഫാണ്, മുവഹിദീങ്ങളുടെ ഇമാമാണ്, അബുൽ അംബിയാണ്, അള്ളാഹുവിന്റെ ഖലീലാണ്. ആ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്, വജ്നുബ്നി വബനിയ അൻ നഅ്ബുദൽ അസ്നാം റബ്ബി ഇന്നഹുന്ന അദ്ലൽന കസീറൻ മിനൻ നാസ്. റബ്ബേ, എന്നെയും എന്റെ സന്താനങ്ങളെയും വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന ഷിർക്കിന്റെ ഇനങ്ങളെ തൊട്ട് അകറ്റേണമേ. അതൊരു ഭാഗത്താണെങ്കിൽ അതിന്റെ മറ്റൊരു ഭാഗത്തേക്ക് ഞങ്ങളെ ആക്കേണമേ. അതൊരുപാട് ആളുകളെ പിഴപ്പിച്ചിട്ടുണ്ട്. അതെ, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഷിർക്കിനെ ഭയപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഷിർക്കിലേക്ക് വീഴുന്നത് ഭയപ്പെട്ടിട്ടുണ്ടെങ്കിൽ നാം എത്രത്തോളം ഭയപ്പെടണം. അതെ, ഖലീലുല്ലാഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയും തന്റെ ഉമ്മത്തിനെ ഇത് ഓർമ്മിപ്പിച്ചു. ഒരിക്കൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലശ്ശിർകു അഖ്ഫാ അലൈക്കും മിൻ ദബീബിൻ നംൽ. യാ അബൂബക്കർ, അബൂബക്കർ, ഷിർക്ക് എന്നത് നിങ്ങളിൽ രഹസ്യമായി, ഗോപ്യമായി ഒരു ഉറുമ്പിന്റെ കാലടി പോലെ പ്രവേശിക്കുമെന്ന് പറഞ്ഞു. എന്നിട്ട് ഷിർക്കിന്റെ വലുതിൽ നിന്നും ചെറുതിൽ നിന്നും രക്ഷ നേടാൻ ഒരു ദുആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തു. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ ഉശ്രിക ബിക വ അന അഅലം വ അസ്തഗ്ഫിറുക ലിമാ ലാ അഅലം. അറിഞ്ഞുകൊണ്ട് നിന്നിൽ പങ്കു ചേർക്കുന്നതിനെ തൊട്ട് ഞാൻ രക്ഷ തേടുന്നു അല്ലാഹ്, അറിയാതെ പങ്കു ചേർക്കുന്നതിനെ തൊട്ട് ഇസ്തിഗ്ഫാറും തേടുന്നു എന്ന് പറഞ്ഞു. നാം ഓരോരുത്തരും ദിവസത്തിൽ ഒരു തവണയെങ്കിലും അള്ളാഹുവിനോട് തേടേണ്ട ദുആ ആണത്. സഹോദരങ്ങളെ, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം ഓർക്കുന്ന ഈ ഈദുൽ അദ്ഹയിൽ നാം ഓർക്കേണ്ട മറ്റൊരു പാഠം, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം തെളിയിച്ചു കൊടുത്ത ഇഹ്സാനാണ്. നമ്മുടെ എല്ലാം ജീവിതത്തിൽ വ്യത്യസ്ത പരീക്ഷണങ്ങളിൽ അല്ലാഹു തആല നമ്മെ കടത്തിവിടുമ്പോൾ നാം മനസ്സിലാക്കേണ്ട കാര്യം, അല്ലാഹു തആല ഉദ്ദേശിക്കുന്നത് അല്ലാഹുവിനോട് ഇഹ്സാൻ ചെയ്യുന്ന ഏറ്റവും നല്ല അടിമകളെ വേർതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം താൻ ഇഷ്ടപ്പെട്ടിരുന്ന തന്റെ മകനെ അറുക്കാൻ പറയുമ്പോൾ അല്ലാഹു തആലയ്ക്ക് ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന്റെ രക്തം ആവശ്യമില്ല, അല്ലാഹു തആലയ്ക്ക് ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന്റെ മാംസം ആവശ്യമില്ല. അല്ലാഹു തആലയ്ക്ക് വേണ്ടിയിരുന്നത് അല്ലാഹുവിനോടുള്ള ഇഷ്ടത്തിനേക്കാൾ മറ്റൊരിഷ്ടവും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ഖൽബിൽ ഉണ്ടാകാൻ പാടില്ല. അല്ലാഹുവിന്റെ കൽപ്പനക്കെതിരാകുന്ന മറ്റൊരു താല്പര്യവും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ഖൽബിൽ ഉണ്ടാകാൻ പാടില്ല. അതേ സഹോദരങ്ങളെ, ഓരോ മുഅ്മിനും അല്ലാഹുവിനേക്കാൾ മറ്റൊന്നിനെയും വലുതായി കാണരുത്. അല്ലാഹുവാണ് ഏറ്റവും വലുതായി അവന്റെ ഖൽബിൽ ഉണ്ടാകേണ്ടത്. മറ്റൊരിഷ്ടവും അല്ലാഹുവിനേക്കാൾ ഇഷ്ടമുള്ളതായി അവന് മാറരുത്. മറ്റൊരു അനുസരണവും അല്ലാഹുവിനേക്കാൾ അനുസരണമായിട്ട് അവന് മാറരുത്. ആ പരീക്ഷണത്തിൽ വിജയിച്ച ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനോട് അല്ലാഹു തആല പറഞ്ഞു, ഇന്ന ഹാദാ ലഹുവൽ ബലാഉൽ മുബീൻ. അതെ, തീർച്ചയായിട്ടും ഇത് വ്യക്തമായ ഒരു പരീക്ഷണമാണ്. സഹോദരങ്ങളെ, അള്ളാഹു നമ്മോട് പറയുന്നുണ്ട്, നമ്മുടെ ഇച്ഛകളെ, ഹറാമായ താല്പര്യങ്ങളെ, നമ്മുടെ വൃത്തികേടുകളെ അതെല്ലാം മുറിച്ചു കളയാൻ, അള്ളാഹുവിനെ അനുസരിക്കുന്ന അടിമകളായി മാറാൻ. അതിനാണ് ഓരോ പരീക്ഷണവും. എന്നിട്ട് പറഞ്ഞു, വഫദൈനാഹു ബിദിബ്ഹിൻ അദീം. ആ മകനെ അറുക്കാൻ തയ്യാറായ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനോടുള്ള കൽപ്പന പൂർത്തീകരിക്കാൻ അള്ളാഹു തആല മറ്റൊരാടിനെ അറുക്കാൻ വേണ്ടി നൽകി. അതെ, ആ ഓർമ്മയാണ് ഇന്ന് നാം നടത്തുന്ന ബലികർമ്മം, ഇന്ന് നാം നടത്തുന്ന ഈദുൽ അദ്ഹ. ആ ഓർമ്മ, നാം അറുക്കുന്ന നമ്മുടെ ബലിമൃഗത്തെ ഓർക്കുമ്പോൾ നാം മനസ്സിലാക്കണം, നമ്മുടെ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത താല്പര്യങ്ങളെയും ഇഷ്ടങ്ങളെയും ഇച്ഛകളെയുമാണ് നമ്മുടെ ഖൽബിൽ നിന്ന് നാം മുറിച്ചു കളയേണ്ടത്. വതറക്നാ അലൈഹി ഫിൽ ആഖിരീൻ. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ പ്രശസ്തി പിൽക്കാലക്കാരിൽ അള്ളാഹു നിലനിർത്തി. സലാമുൻ അലാ ഇബ്രാഹിം, ഇബ്രാഹിമിന് സമാധാനം. കദാലിക നജ്സിൽ മുഹ്സിനീൻ. അതുപോലെയാണ് ഇഹ്സാൻ ചെയ്യുന്നവർക്ക് അള്ളാഹു പ്രതിഫലം നൽകുക.
അതെ, അള്ളാഹുവിനോട് ഇഹ്സാൻ കാണിക്കുന്നവർക്ക് അള്ളാഹു തിരിച്ചും ഇഹ്സാൻ കാണിക്കും. അതേ സഹോദരങ്ങളെ, നമ്മുടെ ഖൽബിൽ അള്ളാഹുവാണ് വലിയവൻ, അതാണ് നമ്മൾ ഇന്ന് മുഴക്കുന്ന തക്ബീർ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. സഹോദരങ്ങളെ, ഇന്ന് നമ്മുടെ ഈദാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിർണയിച്ചു തന്നിട്ടുള്ള ആഘോഷങ്ങളിൽ ഒരു ആഘോഷം, അല്ലാഹു തആല സന്തോഷം പ്രകടിപ്പിക്കാൻ മുഅ്മിനീങ്ങൾക്ക് നൽകിയിട്ടുള്ള അല്ലാഹുവിനുള്ള ഇബാദത്തിലും തആഅത്തിലും അല്ലാഹുവിന്റെ ദിക്റിലും മുഴുകാൻ വേണ്ടി അല്ലാഹു നിർണയിച്ചിട്ടുള്ള ഈദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വദ്കുറുല്ലാഹ ഫീ അയ്യാമിൻ മഅദൂദാത്ത്. എണ്ണപ്പെട്ട ദിവസങ്ങളിൽ നിങ്ങൾ അല്ലാഹുവിനെ ഓർക്കുക, എണ്ണപ്പെട്ട ദിവസങ്ങളിൽ നിങ്ങൾ അല്ലാഹുവിനെ ഓർക്കുക. മുഫസ്സിരീങ്ങൾ പറഞ്ഞു അത് അയ്യാമുത്ത് തശ്രീഖാൻ, അഥവാ ഇനിയുള്ള 3 ദിവസങ്ങൾ അല്ലാഹുവിനെ ധാരാളമായി ഓർക്കേണ്ട, ദിക്ർ ചെയ്യേണ്ട ദിവസങ്ങളാണ്. അതുപോലെ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യൗമു അറഫ ദുൽഹിജ്ജ 9, യൗമു അറഫ, യൗമുൻ നഹർ ദുൽഹിജ്ജ 10, വഅയ്യാമുത് തശ്രീഖ് ദുൽഹിജ്ജ 11, 12, 13 ഈദുനാ അഹ്ലൽ ഇസ്ലാം, ഇസ്ലാമിന്റെ മുസ്ലിമീങ്ങളുടെ ഈദാണത്. എന്നിട്ട് പറഞ്ഞു വഹിയ അയ്യാമു അക്ലിൻ വശുർബ്, ഭക്ഷിക്കുന്നതിന്റെയും പാനീയങ്ങൾ കുടിക്കുന്നതിന്റെയും ദിവസങ്ങളാണ്. അതുപോലെ തന്നെ അള്ളാഹുവിനെ ധാരാളമായി ദിക്ർ ചെയ്യേണ്ട, തക്ബീർ ചെയ്യേണ്ട ദിവസങ്ങളുമാണ്. സഹോദരങ്ങളെ, ഈ ഈദിനെ ഏറ്റവും നല്ല രീതിയിൽ നാം ആഘോഷിക്കുക, നമ്മുടെ കുടുംബ ബന്ധങ്ങൾ ചേർക്കുക, പരസ്പരം സമ്മാനങ്ങൾ കൈമാറുക, പരസ്പരം ആശംസകൾ നേരുക, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബാദത്ത് ചെയ്തതിൽ സന്തോഷിക്കുക. സഹോദരങ്ങളെ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമും ഇസ്മായിൽ നബി അലൈഹിസ്സലാമും നമ്മുടെ ഹാജിമാർ ലക്ഷ്യം വെച്ച് പോയ ബൈത്തുൽ അതീഖ് കഅബ നിർമ്മിക്കുമ്പോൾ അല്ലാഹുവിനോട് തേടിയൊരു പ്രാർത്ഥനയുണ്ട്. ഈ സമയത്തിൽ ഏതൊരു ഇബാദത്തിന്റെയും അവസാനത്തിൽ നാം അല്ലാഹുവിനോട് തേടേണ്ട പ്രാർത്ഥന അല്ലാഹു തആല പറഞ്ഞു, വഇദ് യർഫഉ ഇബ്രാഹിം قواعد من البيت وإسماعيل ربنا تقبل منا إنك أنت السميع العليم. കഅബ നിർമ്മിക്കുന്ന സന്ദർഭത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമും ഇസ്മായിൽ നബിയും കൂടി അല്ലാഹുവിനോട് പറഞ്ഞു, റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം, ഞങ്ങളുടെ റബ്ബേ ഞങ്ങളിൽ നിന്ന് ഇത് സ്വീകരിക്കണമേ, നീ എല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനുമാണല്ലോ. അതെ, അല്ലാഹു കൽപ്പിച്ചത് പ്രകാരം, അല്ലാഹു കൽപ്പിച്ച സ്ഥലത്ത്, അല്ലാഹു കൽപ്പിച്ചതുപോലെ അള്ളാഹുവിന് വേണ്ടി നിർമ്മിച്ച ഒരു ഭവനം അത് സ്വീകരിക്കാൻ അവർ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ സഹോദരങ്ങളെ, നമ്മുടെ അമലുകൾ സ്വീകരിക്കാൻ അള്ളാഹുവിനോട് തേടണം. അതുകൊണ്ട് തന്നെയാണ് സ്വഹാബികൾ ഈദ് ദിവസം പരസ്പരം നിസ്കാരം കഴിഞ്ഞ് പിരിയുമ്പോൾ അവർ പ്രാർത്ഥിക്കുമായിരുന്നു, തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും, തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും, ഞങ്ങളിൽ നിന്നും നിങ്ങളിൽ നിന്നും അള്ളാഹു ഇത് സ്വീകരിക്കട്ടെ. അതുകൊണ്ട് നാം ഓരോരുത്തരും ഇവിടെ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ പരസ്പരം ദുആ ചെയ്ത്, ഈ അമലുകളുടെ ഖബൂലിന് ദുആ ചെയ്ത് നമ്മൾ പിരിഞ്ഞു പോകണം. ഈ ഈദിന്റെ ദിവസം ഏറ്റവും നല്ല രീതിയിൽ നമ്മുടെ കുടുംബത്തോടൊപ്പം കുടുംബബന്ധം ചേർത്ത് സന്തോഷത്തിന്റെയും ആഹ്ലാദത്തിന്റെയും ദിവസത്തിൽ മുഴുകുക. അതുപോലെ തന്നെ ഇന്നത്തെ കർമ്മമായ ബലികർമ്മം അത് നിർവഹിക്കുന്ന സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി ത്യാഗം സഹിച്ച ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ഓർക്കുകയും മറ്റെന്തിനേക്കാൾ അള്ളാഹുവിന് സ്ഥാനം കൊടുക്കാൻ നമ്മുടെ ജീവിതത്തിൽ തയ്യാറെടുക്കുന്ന, നമ്മുടെ ജീവിത ഒരു മാറ്റത്തിന് ഒരുങ്ങുന്ന, അള്ളാഹുവിന് മറ്റെന്തിനേക്കാൾ പ്രാധാന്യവും സ്ഥാനം കൊടുക്കുന്ന തീരുമാനത്തോടുകൂടി നാം നമ്മുടെ ബലികർമ്മം നിർവഹിക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാത്ത് യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ കടബാധ്യതകൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് അല്ലാഹു തആല തുറവി നൽകുമാറാകട്ടെ. രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് അല്ലാഹു തആല ശിഫാ നൽകുമാറാകട്ടെ. നമ്മുടെ സഹോദരങ്ങൾ, ഫലസ്തീനിലുമുള്ള സഹോദരങ്ങൾ, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രയും പെട്ടെന്ന് എളുപ്പം നൽകുമാറാകട്ടെ. അതുപോലെ തന്നെ കിഴക്കും പടിഞ്ഞാറും മുസ്ലിം സഹോദരങ്ങൾ ബുദ്ധിമുട്ടുന്നവർ, പലതരത്തിൽ കഷ്ടപ്പെടുന്നവർ, അല്ലാഹു തആല അവർക്ക് എളുപ്പം നൽകുമാറാകട്ടെ. അതുപോലെ സഹോദരങ്ങളെ, നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവർ, നമ്മുടെ മാതാപിതാക്കൾ, കുടുംബക്കാർ, അവരുടെ ഖബറുകൾ അല്ലാഹു തആല വിശാലമാക്കുമാറാകട്ടെ. നമ്മെയും അവരെയും നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ റബ്ബനാ തഖബ്ബൽ മിന്നാ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.